No bastards are here, okay? I'm sitting here inside my house. No scooter, nothing here. No bastard will come inside my house. This is Sahadevamandram, Olagattiyambalam PO Mavelikara, okay? This is our house. No bastard will come here inside my house. And these bastards are making money by creating fake stories of breakup stories, and seeking compensation, this and that. These bastards are making money like that, okay? This Preeta S. Panikar, this bastard, the same way how this bastard Subramanian used to harass, like I have uploaded several videos how this bastard used to harass me, like how this bastard used to അവൻ ഇങ്ങനെ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ ഇങ്ങനെ അങ്ങ് നടക്കുക, ഏതവനാണെന്ന് അറിയത്തില്ല ഇവന്. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അങ്ങ് നടക്കുക. ഇവനൊരു ജോലിയില്ല, ഇങ്ങനെ രാവിലെ ഇറങ്ങിയിരിക്കുക ഇവനിങ്ങനെ. അപ്പം ഇങ്ങനെ നാണവുമാനോ ഇല്ലാതെ ഇങ്ങനെ കുറേ എണ്ണം നടക്കുക, പെണ്ണുങ്ങളെക്കുറിച്ച്, നമ്മൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കാൻ. അപ്പോൾ ഇവൾ ഈ സുബ്രഹ്മണ്യൻ ഇപ്പം നമ്മളെ പറയത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുപോലെയാണ് ഈ പ്രീത എസ് പണിക്കരെ നമ്മളെ ഹരാസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഈ നമ്മുടെ SNDPയിലുള്ളവർക്കെല്ലാം മനസ്സിലായി നമ്മളെ ഇങ്ങനെ എന്താണ് പ്രൊവോക്കേറ്റീവ് മെഷേഴ്സാണ് ഇവൻ മാറുകയെന്ന്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇങ്ങനെ തെറി വിളിക്കുക, അവന്മാർക്ക് തെറി വിളിക്കാൻ നമുക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ വലിയ ഡ്രാമാസൊക്കെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായി പ്രൊവോക്കേറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് കുറേ എണ്ണം. അപ്പോൾ ഇങ്ങനെ നമ്മളെ വെച്ചിങ്ങനെ എന്താണ്, നമ്മൾ ആരുടെയും കൂടെ പോയി പിന്നെ ബ്രേക്കപ്പായി, അങ്ങനെ കോമ്പൻസേഷൻ ചോദിച്ചു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കഥകൾ. ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പുതിയൊരു രീതിയാണ് ഇത്. എന്താണ് പുതിയ രീതിയല്ല, പഴയത് മുതലാണ്. എൻ്റെ അമ്മ SI ഒരു ബാലെന്ന് പറയുന്നൊരു തെണ്ടി ഉണ്ടായിരുന്നു. അവൻ്റെ വീട്ടിലെങ്കിൽ ഒരു കുന്തമുള്ളതല്ല, ഒരു തെണ്ടി. അവൻ്റെ അച്ഛൻ എവിടെയോ പോയതാണെന്ന് എൻ്റെ അമ്മ പറയുന്നത് കേട്ട്, കൊച്ചിലെ തന്നെ. അവനെ അച്ഛനെ ഒന്നും കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് അവസാനം SNDP ഒക്കെ കൊടുത്ത കാശ് വെച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തതെന്നാണ് പറയുന്നത്. മനസ്സിലായി? ബാക്കിയുള്ളതെല്ലാം കമ്പനികളിൽ ജോലി ചെയ്ത് ഇവൻ ഒരു SI ആയി. ഇതാണ് ഇവൻ്റെ മഹിമ. ഇവനോ എൻ്റെ അമ്മ ഏതാണ്ടങ്ങ് എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ അമ്മ നടന്നിട്ട് കോമ്പൻസേഷൻ വാങ്ങിച്ചു പോലും. ഒന്നുമല്ല, മനസ്സിലായില്ലേ? എൻ്റെ അമ്മ അങ്ങനെയൊന്നും പോയിട്ടേ ഇല്ല. പിന്നെ തനിനിറമൊക്കെയാണ് ഇവർ വായിക്കുന്നത്. തനിനിറം മാഗസീൻ വായിച്ച് നടക്കുക ഇവളുമാരുടെ ജോലി. ഇങ്ങനത്തെ കഥകൾ വരുന്ന ഇങ്ങനത്തെ കഥകളൊക്കെ ഇങ്ങനെ ഇവളുമാർ ഇങ്ങനെ കുറച്ച് കുടുംബക്കാരുണ്ട്, പോച്ചയിൽ മാളയക്കൽ, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇങ്ങനെ നടക്കുക, ഇങ്ങനത്തെ പെണ്ണുങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കി. വല്യത്ത് ഇങ്ങനെ പണ്ട് തൊട്ടേ ഇങ്ങനെ വല്യത്തും കുറേ കഥകളൊക്കെ ഉണ്ടാക്കി. അത് ജയ എന്ന് പറയുന്നവൾ ഏതോ ഡ്രൈവറിൻ്റെ ഇത് വാങ്ങിച്ച്, മോതിരം വാങ്ങിച്ച്, അങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ബദനി കൊണ്ട് നിർത്തുക. ഭയങ്കര ഡ്രാമകളായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ഡ്രാമകളൊക്കെ നടത്തുക, പെണ്ണുങ്ങളെക്കുറിച്ച് ഇവന്മാർക്ക് നടത്തുക ജോലി. വേറെ ജോലിയൊന്നും ഇല്ല ഇവന്മാർക്ക്. ഇങ്ങനെ കാശുണ്ടാക്കുന്നത്, ഇങ്ങനെ നടക്കുക. എന്നിട്ട് വലിയ ഉടുത്തൊരുങ്ങി നടക്കും. ഞങ്ങൾ വലിയ അങ്ങ് കുടുംബക്കാരികളാണ്, മറ്റേ കാര്യങ്ങളാണ്, മറിച്ചക്കാരികളാണ്, പോച്ചക്കാരും മറ്റേ നടക്കുക. തനിനിറവും വായിച്ച് നടക്കുക. 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയ സമയത്തൊക്കെ തനിനിറം വായനയായിരുന്നു ഇവളുമാർക്ക് ജോലി.